ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആണെങ്കിലും ജെൻഡർ ഈക്വാലിറ്റിയുടെ കാര്യത്തിനകത്ത് ഒരു പ്രശ്നവും വരുന്നില്ല. അവിടെ സ്ത്രീ പ്രവേശനം ആകാം, ചെയ്യണം എന്ന് ശ്രമിക്കണം. കെ സുരേന്ദ്രന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ വൈറലാണ്. അതിപ്പോ ചർച്ചയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. അതെയോ ചർച്ച? ബി ജെ പിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ബിജെപിയുടെ മുൻ അധ്യക്ഷനാണ് അതായത് ഓരോ കാലഘട്ടത്തിൽ ആ സമയത്തുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബി ജെ പി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആചാര സംരക്ഷണം ഉണ്ടാകണം എന്നുള്ളതാണ്. ജനങ്ങളോടൊപ്പമാണ് ബി ജെ പി. നിലപാട് ചേട്ടാ ഇപ്പൊ തള്ളിപ്പറയാണോ? RSS ഇതേ നിലപാടാണ്. നിങ്ങൾ RSSന്റെ ആരാ? നിങ്ങൾ RSSന്റെ എന്തോ ഭാരവത്വം? അല്ല, എനിക്കൊരു ഭാരവത്വമില്ല. പിന്നെ ഇങ്ങനെ RSSന്റെ നിലപാട് നിങ്ങൾക്കറിയാം. പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. അല്ലല്ല, പബ്ലിക് ഡൊമൈനിൽ എന്താണെന്ന് എനിക്കും അറിയാലോ. എനിക്കത് അറിയാൻ പാടില്ല, നിങ്ങൾക്കറിയാവുള്ളൂ. നിങ്ങളെ ഏത് ചാനലിനെ പ്രതികരിച്ചിട്ടാ? അപ്പൊ പിന്നെ സ്വാഭാവികമായും കൈരളി ടിവിയുടെ റിപ്പോർട്ടർക്ക് പല കാര്യങ്ങളിലും സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ അല്ലല്ല സുരേഷ് ഗോപി ഒന്നല്ല, അതായത് കൈരളി ചാനല് ഞാൻ ചോദിക്കട്ടെ, എം വി ഗോവിന്ദൻ മാഷയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞാൻ കാണിക്കണോ? എം വി ഗോവിന്ദൻ പറഞ്ഞത് ചാനലുകളോട് എന്താ പറഞ്ഞ്, നിങ്ങളൊക്കെ പച്ചക്കള്ളം പറയുന്നവരാണെന്ന്. അപ്പൊ എം വി ഗോവിന്ദൻ പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് ചാനലുകളോട് പറയുമ്പോ അതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയാം, ഞാൻ എന്റെ കാര്യം എന്നെ പുകഴ്ത്തണ്ട. ഞാൻ ബി ജെ പിയുടെ എന്നെ പുകഴ്ത്തി കുഴിച്ചടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ 40-45 കൊല്ലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് കൈരളി ചാനൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും നമുക്കെല്ലാവർക്കും അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങൾ കൈരളി ചാനലിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ നിങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങൾ നിറവേറ്റിക്കോ. എനിക്ക് അതിന്റെ കൂട്ടു നിൽക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് വരട്ടെ, നാളെ സംസ്ഥാന സമിതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇപ്പോഴേ സംസ്ഥാന സമിതിയുടെ കാര്യമൊക്കെ ബി ജെ പി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ 2 മാസം ബാക്കിയിരിക്കുമ്പോ വോട്ടർ പട്ടിക പുതുക്കുന്നു. അതിലൊക്കെ ബി ജെ പി സജീവമായിട്ട് പങ്കാളികളാവുമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ. ദേശീയ അധ്യക്ഷന്മാരെ നേരിട്ടെത്തുകയാണ്. വലിയൊരു മുന്നേറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും.